നമസ്കാരം, വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇഷ്ടമാവുന്നില്ലെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നും ഒരു റെസിപ്പി വീഡിയോ തന്നെയാണ്. മീനച്ചാറുകൾ ഇഷ്ടമുള്ളവർക്കായിട്ടൊരു ചൂരച്ചാറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് സമയം കളയണ്ട, എങ്ങനെയാണ് നമ്മുടെ ചൂരച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമല്ല, മീൻ തന്നെയാണ്. ഏകദേശം ഒരു 2 കിലോകളുണ്ട് ഈ മീൻ. ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി എരിഞ്ഞതുകൊണ്ട് ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ഒരു റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം. ഇത് കടുകും ഉലുവയും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് വറ്റൽമുളക്. ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് കായപ്പൊടി ചേർക്കണം, അതും ഫ്ലേവർ അനുസരിച്ച് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ മസാല നന്നായിട്ട് കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം മീൻ ചേർത്താൽ മതി. നന്നായിട്ട് ഒരു 2 മിനിറ്റോളം മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മസാല റെഡിയായ ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലരിതിൽ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പൊതുവെ സിമ്പിളായിട്ട് ഉണ്ടാക്കാറുള്ള രീതിയിലാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഈ മസാല ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കണേ. നമുക്ക് ആ മീനിലോട്ടൊക്കെ മസാല ഒന്ന് നന്നായിട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് തന്നെ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു മീനിൽ തന്നെ കുറേശ്ശെ വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് മസാല മിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എങ്കിൽ മാത്രമേ മസാല നന്നായിട്ട് മീനിലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ്, വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് വറുത്ത് കോരാം. അപ്പോൾ പാത്രത്തിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കരുത്, ഇവിടെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ്. അപ്പം ഞാനിന്ന് സൺഫ്ലവർ ഓയിലിലാണ് ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്ത കാരണം ഞാൻ ഈ സൺഫ്ലവർ ഓയിൽ എടുത്തതേ ഉള്ളൂ. നല്ലെണ്ണയാണെങ്കിൽ നമ്മുടെ അച്ചാർ കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും, അച്ചാറിന് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഞാൻ ഇതിലുണ്ടാക്കാറുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ 3-4 ദിവസത്തിൽ കൂടുതൽ അച്ചാർ ഇരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓയിലുണ്ടാക്കുമ്പോൾ കുറേ കാലം ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു 3-4 ദിവസം ഞങ്ങളിവിടെ വെച്ചേക്കാറുണ്ട്, അതുവരെ ഒരു കുഴപ്പം ഉണ്ടാകാറില്ല. ഇതുപോലെ കുറേശ്ശെയായിട്ട് മീനിട്ട് വറുത്ത് കോരി എടുക്കണം. ഒരുപാടങ്ങ് മൂത്തു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 3/4 വേവ് മതിയാവും. അങ്ങനെ ഇതാ ഇവിടെ മീനെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്തു പോയിട്ടൊന്നുമില്ല, ഏകദേശം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ അച്ചാറാക്കി മാറ്റാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം
ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മീൻ വറുത്തോരിയില്ലേ, ആ സെയിം ഓയിൽ തന്നെയാണ്. അതിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മുടെ കടുകും ഉലുവയും കൂടെ ചതച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ചേർക്കാം, പിന്നെ കറിവേപ്പില. അപ്പോൾ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയ ശേഷം മാത്രമേ ബാക്കിയെല്ലാം ചേർക്കാവൂ. ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൊത്തി അരിഞ്ഞെടുത്തിട്ടില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്ത് നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറിയ ശേഷം നമുക്ക് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. പിന്നെ നമുക്ക് കുറേശ്ശെ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനെഗർ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് വിനെഗർ ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഹെൽത്തിനൊന്നും നല്ലതല്ല. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ വിനെഗർ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത ശേഷം ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പ്രത്യേകം സൂക്ഷിക്കാം, മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഗ്രേവി എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലേശം കൂടി വിനെഗർ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു അച്ചാറാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ. താങ്ക് യു. ബൈ ബൈ.